ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗീ ആയിട്ടാണ്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ഗീ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു ബോട്ടിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. നമുക്ക് ആദ്യം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത് ബട്ടർ ഉണ്ടാക്കാൻ, പിന്നെ ബട്ടറിൽ നിന്ന് ഗീ ഉണ്ടാക്കാനും. ഞാൻ എന്നും വാങ്ങുന്ന പാല് കാച്ചിയിട്ട് തണുക്കാനായിട്ട് വെക്കുമ്പം അതിന് മേലെ വരുന്ന പാട ശേഖരിച്ചിട്ട് ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് മൂടി ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ആ ബോട്ടിൽ നിറഞ്ഞു കഴിയുന്ന സമയത്ത് ഞാൻ വൈകുന്നേരം കുറച്ച് തൈര് അതിലൊഴിച്ചിട്ട് അത് പുളിക്കാനായിട്ട് വെക്കും. പിറ്റേന്ന് രാവിലെ ഈ പാൽപ്പാട ഒരൊഴിച്ച് വെച്ചത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിന് കുറേശ്ശെ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതിൽ തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കും. അങ്ങനെ കുറേ സമയം നിർത്തി അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ബട്ടർ മുകളിലേക്ക് പൊന്തി വരുന്നതായിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ജാർ ഇറക്കിയിട്ട് അതൊന്ന് കുറേശ്ശെ ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് കട്ടയായി വരുന്നവരെ, ഒന്ന് നന്നായിട്ട് ഒരു സൈഡിലേക്ക് ആയി വരുന്നവരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ കൈ നല്ലോണം വെള്ളത്തിലൊന്ന് നനച്ചിട്ട് നമ്മൾ ആ സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുള്ള ബട്ടർ കുറേശ്ശെയായിട്ട് കയ്യിലേക്ക് ഉരുട്ടിയെടുത്തിട്ട് അതൊന്ന് ഒരു വൈറ്റ് കളർ തൈരിൻ്റെ ആ ഒരു അംശമൊക്കെ പോകുന്നവരെ കൈ കൊണ്ടാക്കിയിട്ട് ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആട്ടിയെടുക്കുന്ന ഓരോ ബാച്ച് ബട്ടറും നമ്മൾ ഇതുപോലെ ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ബട്ടറും നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും അത് നന്നാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം പിന്നീടും നമുക്ക് വേറൊരു ബൗളിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഒരുപാട് തവണ അത് കഴുകിയെടുക്കണം. ആ വൈറ്റ് പാലിൻ്റെ ഒരു കളറ് വെള്ളത്തിൽ വരാത്ത ആ ഒരു സമയം വരെ നമ്മളത് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടറിൻ്റെ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു എയർ ടൈറ്റ് ബോക്സ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ബട്ടർ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഗീ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഒരു കഴുകി ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ബട്ടർ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ചപ്പാത്തിയിലും ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് കരിവേപ്പിലയും കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടർ ഇട്ട് ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് ലാസ്റ്റ് ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് നമ്മൾ കരിവേപ്പിലേൻ്റെ ഇല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടി കട്ടിയുള്ള പാത്രം നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും ഉണ്ടാക്കുമ്പം അടി കട്ടിയുള്ള പാത്രം നോക്കി ഉണ്ടാക്കണം. നല്ല സ്ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത് ഈ പാത്രം. അപ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പതഞ്ഞ് പൊന്തുന്നത് കാണാം. ചെറുതായിട്ട് പതഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കങ്ങനെ കാണാം അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ചേഞ്ചസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ സ്ലോ ആയിട്ടാണ് ഇത് ചേഞ്ചായിട്ട് ബട്ടറായി വരുന്നത്. അപ്പം നമുക്ക് അടുത്തുനിന്ന് നോക്കുമ്പം കാണാം അങ്ങനെ തിളച്ച് പൊന്തുന്നുണ്ട്, പതയൊക്കെ പൊന്തി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഗീൻ്റെ ഒരു ഇതിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുന്ന നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം വന്നു തുടങ്ങും. ഇത് ഇളക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി ക്ലിയറായിട്ട് പറഞ്ഞു തരാം. നമ്മൾ തലേന്നാണല്ലോ ഇത് പാൽപ്പാട എടുത്ത് തൈര് ഒഴിക്കുന്നത്. അപ്പോൾ ആ പാൽപ്പാട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് വെച്ചാൽ 2-3 മണിക്കൂർ മുമ്പ് അത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം പിന്നീട് മാത്രം അതിൽ തൈര് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ബട്ടർ ആട്ടിയെടുക്കുന്നത് രാവിലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ റൂം ടെമ്പറേച്ചർ കുറവുള്ള ടൈമിലേ നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ഹീറ്റ് കൂടുതലുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ അത് അതുപോലെ ആയി കിട്ടാൻ ഒരുപാട് പ്രയാസമാണ്, ബട്ടറായി വരാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് രാവിലെയാണ്. അപ്പോൾ രാവിലെ നിങ്ങളും ചെയ്യുന്ന സമയത്ത് രാവിലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ബട്ടർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് പുറത്ത് കുറച്ച് മുമ്പ് എടുത്ത് വെച്ചിട്ട് പിന്നീട് നമുക്ക് ഉരുക്കി തുടങ്ങാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു കളറായ സമയത്ത് തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം പാത്രം അടി കട്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ചൂടിൽ തന്നെ ബാക്കി കാര്യങ്ങൾ നടന്നോളും. അപ്പം നമ്മളത് ഓഫാക്കി മാറ്റി തണുക്കാനായിട്ട് വെച്ചു. പിന്നെ അത് നല്ല തണുത്തതിന് ശേഷം ഞാനിവിടെ അരിച്ചെടുക്കുകയാണ് ഒരു ബൗളിലേക്ക്. അപ്പം ഞാനെപ്പോഴും പാൽപ്പാട ബോട്ടിലാക്കി വെക്കുന്നത് ഫ്രിഡ്ജിൽ തന്നെയാണ്. ഫ്രീസറിൽ ഞാൻ അങ്ങനെ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. ഓരോ ആളുകളും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളിത് ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് നമ്മുടെ വീട് മുഴുവൻ നല്ലൊരു സ്മെല്ലാണ്. അങ്ങനെ നമ്മുടെ ഗീ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. You can also make your own ghee at home.